ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂം നമ്മൾ വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത്, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്ക് അപകടം കാര്യങ്ങൾ മാക്സിമം നമുക്ക് ഈ പറയുന്ന ബാത്റൂമിൻ്റെ അകത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് വരുന്നത് ഒരു ഡൈവർട്ടർ ഏരിയയാണ് വരുന്നത്, കുളിക്കുന്ന ഏരിയയാണ് വരുന്നത്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ കുളിക്കുന്ന ഏരിയ ഒരു കോർണറിലേക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും അത്യാവശ്യം. അത് ഏറ്റവും ആദ്യം വാഷ് ബേസിൻ സെൻട്രലായിട്ട് വരുന്ന, നമ്മൾ കയറി വരുന്ന സമയത്ത് വാഷ് ബേസിൻ സെൻട്രലായിട്ട് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ ഈ സൈഡിൽ ഏറ്റവും അറ്റത്തായിട്ട് കുളിക്കുന്ന ഏരിയ കൊടുക്കുക. അതാണ് ഏറ്റവും സേഫ്റ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏരിയ. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ കുളിക്കുന്ന സമയത്ത് വരുന്ന വെള്ളം കാര്യങ്ങൾ നമ്മൾ കയറി വേറെ എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് വരുന്ന സമയത്ത് അവിടേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുണ്ട് ഈ ഏരിയയിലാണ് നമ്മൾ അതിൻ്റെ വേസ്റ്റ് ട്രാപ്പും കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ കുളിക്കുന്ന ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ ഏറ്റവും മൂലയ്ക്കായിട്ട് ട്രാപ്പ് കൊടുക്കണം. ഏറ്റവും മൂലയ്ക്ക് ട്രാപ്പ് കൊടുക്കുന്നതിൻ്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എണ്ണയൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്ന സമയത്താണെങ്കിലും ഈ എണ്ണയൊക്കെ ഒലിച്ച് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയയിലേക്കോ അതല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഏരിയയിലേക്കോ അവിടെയാണ് നമ്മൾ കുളിക്കുന്ന ഏരിയ കാര്യങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ട്രാപ്പ് കൊടുത്തിരിക്കുന്നത്, അതായത് വേസ്റ്റ് വെള്ളം പോകാനായിട്ട് കുളിക്കുന്ന വെള്ളം പോകാനായിട്ട് കൊടുത്തിരിക്കുന്ന ട്രാപ്പ് ആ സെൻറ്ററിലേക്ക് സൈഡിലേക്ക് കൊടുത്തിരിക്കും. അവിടേക്ക് വെള്ളം കംപ്ലീറ്റ് ഒലിച്ചു പോയി അവിടെ ഒരു ചെറിയ ഒരു എണ്ണമയം ഫീൽ ചെയ്യും. ആ എണ്ണമയം ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കവിടെ തെന്നി വീഴാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, സോപ്പ് ഡിഷ് കൊടുക്കുന്ന ഏരിയ നമ്മൾ ശ്രദ്ധിക്കണം. സോപ്പ് ഡിഷ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ പൈപ്പുകളും ഉണ്ടോ എന്ന് കൂടി നോക്കണം. നേരെ ഹീറ്ററിൻ്റെ ഓപ്ഷനിലുള്ള പൈപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ സോപ്പ് ഡിഷ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ സോപ്പ് ഡിഷ് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ പറഞ്ഞു, നേരെ ട്രാപ്പിൻ്റെ മുകളിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സോപ്പ് കാര്യങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം സോപ്പിൽ നിന്ന് ഇറ്റ് വീഴുന്ന ആ ചെറിയ പതയും കാര്യങ്ങളും ഉണ്ടാവും. ആ പത ഇതുപോലെ തന്നെ നേരെ ട്രാപ്പിലേക്ക് വീഴുകയാണെങ്കിൽ, ട്രാപ്പിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ട്രാപ്പിലേക്ക് ഔട്ട് സൈഡിലേക്ക് പൊക്കോളും. ട്രാപ്പ് വേസ്റ്റ് വെള്ളം പോകുന്നതാണ് ട്രാപ്പ് എന്ന് പറയുന്നത്, അതിലേക്ക് നേരെ പൊക്കോളും. അതല്ലെങ്കിൽ ഈ പറയുന്ന സോപ്പിൻ്റെ വെള്ളവും കാര്യങ്ങളും എവിടെയാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ തന്നെ റൈറ്റ് സൈഡാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ കുളിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ സോപ്പിൻ്റെ ഡിഷ് കൊടുത്തെങ്കിൽ, സോപ്പിൽ നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് തെന്നി വീഴാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങളും ഇതുപോലെ തന്നെ ബാത്റൂമിൽ സംഭവിക്കുന്നതിൻ്റെ വലിയൊരു കാരണം ഇത് തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള ടൈലുകളാണെങ്കിൽ, എത്ര ഗ്രിപ്പുള്ള ടൈലുകളാണെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന സോപ്പുകളോ അതുപോലെ എണ്ണയോ ഓൾറെഡി ബാത്റൂമിൽ ഉണ്ടെങ്കിൽ, അത്യാവശ്യം പ്രായമുള്ള ആളുകളാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും നമ്മൾ ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ, അതിൽ കാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെന്നി വീണ് കഴിഞ്ഞാൽ ചെറിയ ബാത്റൂമുകളോ വലിയ ബാത്റൂമുകളോ എങ്ങനെ ആയിക്കോട്ടെ, നമ്മുടെ തലയൊക്കെ ഓൾറെഡി ബാക്കിൽ ടൈൽമേക്ക് ചെന്നിട്ട് പിടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. അതെല്ലാം ഒഴിവാക്കാനായിട്ട് ബാത്റൂമുകൾ മാക്സിമം നമ്മളൊരു നല്ലൊരു ഐഡിയ പരമായിട്ട് ചെയ്യുക. കുളിക്കുന്ന ഏരിയ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കുന്ന ഏരിയ ചെറിയൊരു സാധാരണ ലെവലിൽ നിന്നും 1 ഇഞ്ച് താത്തി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്രയും വെള്ളം നമ്മൾ ഇപ്പോൾ ക്ലോസറ്റിൻ്റെ ഏരിയയിലേക്കോ വാഷ് ബേസിൻ്റെ ഏരിയയിലേക്ക് പോകാതിരിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും സോപ്പ് വെള്ളവും എണ്ണയും ഒരിക്കലും നമ്മൾ നിൽക്കുന്ന ഏരിയയിലേക്ക് ഒഴുകി വരാത്ത രീതിയിൽ വേണം ട്രാപ്പ് സെറ്റ് ചെയ്യാനായിട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് നല്ലൊരു ശമന അപകടത്തിന് കാരണം. ഇത് നമ്മൾ പറഞ്ഞു, ഡൈവേർട്ടർ നമ്മൾ കൊടുത്തു. ഡൈവേർട്ടറിൻ്റെ റൈറ്റ് സൈഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ലെഫ്റ്റ് സൈഡാണ് ഒരു കോർണറിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ നമുക്ക് വേസ്റ്റ് വെള്ളം പോകും. അവിടെ അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നമ്മൾ സോപ്പ് ഡിഷ് കൊടുക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമ്മൾ കുളിക്കുമ്പോൾ ആ വെള്ളം നമ്മുടെ കാല് വഴിയായിരിക്കാം സോപ്പ് അതൊക്കെ ഒഴുകി വരുന്നത്. അതല്ലാതെ ലെഫ്റ്റ് സൈഡ് കൊടുത്താൽ നേരെ ട്രാപ്പിലേക്ക് പോയിക്കോളും. തെന്നി വീഴൽ കാര്യങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, മാക്സിമം ഷെയർ ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.